ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പട്ടായയിലെത്തി, രാവിലെ ടൈഗർ പാർക്കിൽ പോയി, അത് കഴിഞ്ഞ് 7-11 പോയി ലഞ്ച് കഴിച്ചു. അവിടുന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെക്ക് ഇൻ ടൈമായി. അങ്ങനെ ഹോട്ടലിനകത്ത് കയറി നല്ല നീണ്ടു നിവർന്ന 2 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. നമ്മൾ അൽക്കസാർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമ്മുടെ ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജ് ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഒരു ടൂറിൽ നടക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ സാരഥിയും ഫോട്ടോഗ്രാഫറും ആയ ക്ലിൻ വന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരനുണ്ടല്ലോ, നമ്മൾ എവിടെ പോകാൻ വന്നാലും ഒരു ഫോട്ടോ എടുക്കും. അതൊരു തെളിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ പിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എടുക്കും, അവിടെ ചെന്നിട്ട് എടുക്കും, പിന്നെ ടിക്കറ്റ് തന്നിട്ടും എടുക്കും. അടിപൊളിയല്ലേ? പുള്ളിക്കാരൻ്റെ ഐഫോണും ആണ്. നല്ല ഫിൽറ്റർ ഇട്ട് എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഗ്ലാമറാണ് പുള്ളിയുടെ ഫോട്ടോയിൽ കാണാൻ. ഇതൊരു തെളിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പം നമ്മൾ വൈകിട്ട് ഇറങ്ങിയപ്പോഴാണ് കടകളെല്ലാം ഓൺ ആകാൻ തുടങ്ങിയത്. ഇതിപ്പോൾ സാധാരണ ഒരു തിരക്കില്ലാത്ത ഏരിയയിൽ കൂടാണ് കടന്നു പോകുന്നത്. നമ്മൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഭയങ്കര ചായ ഫാനായ എനിക്ക് തായ്ലൻഡിൽ വന്നിട്ട് ചായ കുടിക്കാൻ പറ്റിയില്ല. ഹോട്ടലിൽ നിന്ന് ഞാനൊരു ചായ ഉണ്ടാക്കിയെങ്കിലും അതൊരു ഊളച്ചായയായിരുന്നു. അതും ഏതോ ഒരു ടീ ബാഗൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മുടെ ക്ലീൻ ഫ്ലോ അല്ല ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ് ചായ കിട്ടുമെന്ന് അറിയാനായിട്ട്. പക്ഷേ അവിടെ മുതലേ വെട്ടുന്നതാണ് കണ്ടത്. പിന്നെ ഈ ഒരു മാംഗോ വാങ്ങിച്ച്, ഇവിടത്തേക്ക് ഫ്രൂട്ട്സിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് പേരുടെ വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു മാങ്ങ വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാ മാങ്ങയുടെ ടേസ്റ്റാണ്, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഇനി ചിലപ്പം സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. സീസൺ ആകുമ്പോൾ ഇതിനെക്കാട്ടി അടിപൊളി മാങ്ങ കിട്ടുമായിരിക്കും. അങ്ങനെ അടിപൊളി മാങ്ങ ഒന്നുമില്ല, എടുത്ത് നോക്കൂ ടേസ്റ്റ്. പിന്നെ നമ്മൾ മലയാളികൾ മാങ്ങ കട്ട് ചെയ്താൽ അതിൻ്റെ മാങ്ങാണ്ടി മാത്രമേ അധികം വരത്തുള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല, മെയിൻ ആയിട്ടുള്ള 2 സൈഡ് മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ബാക്കി 2 ചെറിയ സൈഡുകളുണ്ടല്ലോ, അവിടെ മാങ്ങ ഇരിക്കുകയായിരുന്നു. അതാണ് ഞാൻ മാങ്ങാണ്ടിയായിട്ട് കടിച്ചു തന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മാങ്ങയ്ക്ക് 80 ബാത്താണ് വില. അതായത് നമ്മുടെ നാട്ടിൽ 240 രൂപ. അതിനകത്ത് ഇത്രയും മാങ്ങ വേസ്റ്റ് ആക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ കടിച്ചു തന്നത്. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയത് കൊണ്ടാണ് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫുഡ് സ്ട്രീറ്റിൽ പോകാൻ പറ്റിയത്. ഫുഡ് സ്ട്രീറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പട്ടായയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു പ്രോഗ്രാമാണ് ഈ അൽക്കസാർ ഷോ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. ഇത് 2 മണിക്കൂറുള്ള ഷോ ആണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുമായിരുന്നു, എങ്ങനെ സമയം ചെലവഴിച്ച് തീർക്കും? ഇതിനകത്ത് സമയം പോകത്തില്ലല്ലോ, നമ്മൾ സിനിമയൊക്കെ കാണുന്ന അത്രയും സമയമുണ്ടല്ലോ. പക്ഷേ ഇത് കിടിലം പ്രോഗ്രാമാണ്. എനിക്കിവരുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവരോട് ഇന്ന് വാതൊരാതെ സംസാരിക്കണമെന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പുറത്ത് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. അതിന് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം. അപ്പോൾ പിന്നെ വിചാരിച്ചു അങ്ങനെ പൈസയൊന്നും മുടക്കി ഫോട്ടോ എടുക്കണ്ട. ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ടായിരിക്കും നമ്മൾ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാവരും നമ്മുടെ നിന്ന് പൈസ വാങ്ങും. അപ്പോൾ എന്തായാലും നമ്മൾ ക്ലിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം വരണ്ട, ഞങ്ങൾ ഹോട്ടലിൽ എത്തിയേക്കാം, നമുക്ക് എന്തായാലും ഫുഡ് സ്ട്രീറ്റിൽ പോകണം, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ നടന്ന് കണ്ടില്ലേ പിന്നെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഓരോ നാട്ടിൽ ചെന്നാലും അവിടെ കുറച്ച് അവിടുത്തെ സിറ്റിയിലും അവിടുത്തെ ഗ്രാമത്തിലും എവിടെ പോയാലും കുറച്ച് നടന്ന് കാഴ്ചകൾ കണ്ടാലും നമുക്ക് അവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ആണ് കാണാൻ പറ്റിയത്. പിന്നെ കയറി വരുന്നിടത്ത് ഒരു മുതലേ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ കാണിച്ചുകൊണ്ടാണെന്ന് ഞാൻ പിന്നെയും കാണിക്കാഞ്ഞത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ചിക്കൻ ഐറ്റംസ് ആണ്, ഫുഡ് ഐറ്റംസ്. അതായത് 15 തായ് ബാത്തേ ഉള്ളൂ ഒരു ഡ്രം സ്റ്റിക്ക്. അതായത് നമ്മുടെ ഒരു 45 രൂപയൊക്കെ വരും. അപ്പോൾ അതൊക്കെ എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഇവിടെ എത്തിയ ദിവസം ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം സെറ്റായിട്ട് വന്ന് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് സ്ത്രീകളാകട്ടോ. എവിടെ ചെന്നാലും നമുക്ക് അവിടെ സ്ത്രീ സാന്നിധ്യം കാണാം. ഈ കാണുന്ന തട്ടുകടകളിലെല്ലാം ഇവരാണ് മെയിനായിട്ട് കുക്ക് ചെയ്യാനും വിൽക്കാനും ഒക്കെ നിൽക്കുന്നത്. അതുപോലെ ഓരോ പെട്ടിക്കടകളിലും ബിയറും ലിക്കറും എല്ലാം കിട്ടും. അതും ഇവിടെ ഭയങ്കര സുലഭമായിട്ടൊരു സംഗതിയാണ്. പിന്നെ ഇവരുടെ ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാവർക്കും ചിലപ്പോൾ ആ സ്മെല്ലോ അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ഫുഡായിരുന്നു. ഈ കാണുന്നത് ബനാന എഗ്ഗ്, അതുപോലെ മൈദയൊക്കെ ചേർന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ സ്പ്രിംഗ് പൊട്ടറ്റോ പറഞ്ഞു. നമ്മളിങ്ങനെ ഓരോന്നും റേറ്റ് നോക്കിയിട്ടൊക്കെ ആയിരുന്നു ആദ്യ സമയങ്ങളിൽ വാങ്ങുന്നത്. കാരണം ചെന്ന ദിവസമല്ലേ, നമ്മളുടെ കയ്യിൽ ഇത്രയും ലിമിറ്റഡ് തായ് ബാത്തേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വരുന്നതിന് മുമ്പ് അത് തീരരുതല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഈ കാണുന്നതാണ് ക്രൊക്കഡൈൽ. ഇനി ഞാനിത് കഴിക്കാൻ പോവാം. ചിക്കൻ കഴിക്കണ പോലെ ലോക്കൽ മലയാളി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ പുള്ളി 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ കഴിക്കും. ഫോർലൈലൻഡിൽ വന്നിട്ടുണ്ട്.
ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. ഇതെന്താ? നോക്കടേ. ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ നമുക്ക് എല്ലാ രാജ്യക്കാരെയും കാണാൻ പറ്റും. എല്ലാവരും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഭയങ്കര അടിപൊളി വൈബുള്ള ഒരു സ്ഥലം. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കിങ്ങനെ ഷോപ്പ് ചെയ്യാനുള്ള കുറേ കടകൾ ഇങ്ങനെ കാണാം. അവിടെ ബാഗ്സ്, ചെരുപ്പ്, അതുപോലെ ഡ്രസ്സ്, പിന്നെ ഈ സുനീർ ഐറ്റംസ് അതെല്ലാം കാണാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ചൈനീസ് ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് തന്നെ വലിയൊരു ജിയാൻ വീലും അതിൻ്റെ കൂട്ടത്തിൽ അവിടെ സെലിബ്രേഷനും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നടന്ന് കാണാമെന്ന്. അങ്ങനെ നടന്നു പോയപ്പോഴാണ് നമ്മൾ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലെത്തിയത്. സിനിമകളിലും റീൽസിലും പട്ടായയെ സ്വപ്നമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരില്ലേ, ആ വിഭാഗം ആൾക്കാരുടെ സ്വപ്ന ലോകത്തേക്കാണ് നമ്മൾ നടന്നു കയറിയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.